ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, ഇന്ന് നമ്മൾ 30 ദിവസം ഡെയിലി വ്ളോഗ് ചെയ്ത് ഇന്ന് തീർക്കുകയാണ്. സോ ഒരു മാസത്തെ ഡെയിലി വ്ളോഗ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സോ എല്ലാവർക്കും സന്തോഷ ദിനാശംസിക്കുന്നു. സോ ഇന്നത്തെ പരിപാടികൾ എന്താണെന്ന് നോക്കട്ടെ. സോ രാവിലെ മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ ഇനി എന്താവും എന്നുള്ളത് അറിയില്ല. സോ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നല്ല ക്ലിയർ സ്കൈയും കാര്യങ്ങളൊക്കെയാണ്. സോ എന്താവും എന്നുള്ളത് അറിയില്ല. സോ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ മമ്മി അജാക്സിനെ സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ പറഞ്ഞു. ഓൾറെഡി അച്ഛന് ഇതുവരെ ജലദോഷം കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. അപ്പോൾ സൈക്കിളിൽ പോയി കൂടണമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മെക്കിയും കൂട്ടാനെ കൊണ്ടാക്കാൻ പറഞ്ഞേക്കാണ്. സോ നമുക്ക് അവനെ കൊണ്ടാക്കാം. അപ്പോൾ നമ്മളത് അജാക്സിനെ കൊണ്ടാക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. നമ്മൾ അജാക്സിന്റെ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. അജാക്സ് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ചെറിയ രീതിയിൽ മഴ തൂളലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തൊപ്പി വെച്ച് പോകാൻ പറഞ്ഞത് തൊപ്പി വെച്ചൊക്കെ പോകുന്നു. അപ്പോൾ ഗൈസ്, അജാക്സിനെ കൊണ്ടാക്കി വന്ന് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചതിനിപ്പോൾ മമ്മി പറഞ്ഞു നമുക്ക് കുറച്ച് മീൻ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒന്ന് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ മീൻ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി നമ്മൾ മീൻ കടയിലേക്ക് പോകാൻ കേട്ടോ. അങ്ങനെ നമ്മൾ മീൻ കടയിൽ എത്തിയിട്ടുണ്ട്. സോ ഒന്ന് എത്തിയപ്പോൾ അതേ നിറയെ മീൻ ഇരിപ്പുണ്ട് കേട്ടോ. ട്രോളിംഗ് ആയാലും ഇപ്പോൾ നല്ല മീനുകൾ കിടപ്പുണ്ട്. സോ ചാളിയുണ്ട്, അയിലുണ്ട്, നത്തോലിയുണ്ട്, കരിമീനുണ്ട്, മാന്തളുണ്ട്, പിന്നെ ഏതാ നമുക്ക് പിരാനയുണ്ട്, പിലോപ്പി ഉണ്ട്. സോ നല്ല അടിപൊളി വലിയ വലിയ പിലോപ്പിയും കാര്യങ്ങളൊക്കെയാണ്. സോ ഇപ്പോൾ പുഴയെന്നൊക്കെ അവർ കൊണ്ടുപോയതൊക്കെ ഉണ്ട്. സോ മമ്മിയുടെ അടുത്ത് ചോദിക്കട്ടെ ഏതാ വേണ്ടതെന്ന്. സോ മമ്മിയുടെ അടുത്ത് ചോദിച്ചത് നമ്മൾ കുറച്ച് മീൻ മേടിച്ചിട്ടുണ്ട്. സോ ചാളിക്കൊക്കെ റേറ്റ് പറഞ്ഞിട്ടുണ്ട്, 300 രൂപ ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ മീൻ മേടിച്ചിട്ടുണ്ടല്ലോ. സോ മീനൊന്ന് കഴുകണം. സോ കഴുകി റെഡിയാക്കി എടുക്കണം. സോ നമ്മൾ കൊഴുവ മേടിച്ചിട്ടുണ്ട്. സോ കൊഴുവ കഴുകി എടുക്കട്ടെ കേട്ടോ. ഓക്കെ, സോ അതാണ് ഞാൻ ചെയ്യണം ഗൈസ്. അപ്പോൾ കൊഴുവ വെള്ളത്തിൽ ഒഴിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം. സോ കഴുകിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ അജാക്സിനെ പിക്കപ്പ് ചെയ്യാൻ പോകാം. ഇപ്പോൾ 3:30 ആയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ക്ലാസ് വിട്ടുണ്ടാകും. സോ അവനെ പിക്കപ്പ് ചെയ്യാൻ പോകാൻ കേട്ടോ. നമുക്ക് മെട്രിങ് കിട്ടാണ്ട് കയറിയിട്ട് പിക്കപ്പ് ചെയ്യാൻ പോകാം. സോ ഗൈസ്, അജാക്സിനെ സ്കൂളിൻ്റെ അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. സോ അജാക്സ് കയറി ഇരുന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പോകാം. സോ അജാക്സിനെ നമ്മൾ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. ഇറങ്ങി പോകുന്നുണ്ട്. സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നമുക്ക് മഴയും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. സോ വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മളിന്ന് മീൻ മേടിക്കാൻ പോയപ്പോൾ നമ്മളത് ഈ ഒരു പൈപ്പ് ബെൻഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2 ഇഞ്ചിൻ്റെ ബെൻഡ്. ഇതുപോലെ നമ്മളിത് അപ്പുറത്ത് വെച്ചത് ഒക്കെ ഈ വെള്ളം ചാടാൻ വെച്ചാൽ ഈ പ്ലാസ്റ്റിക് സാധനം അവിടെയുള്ളതൊക്കെ ചാടി പോകാന്നേ. ഇവിടെ ഉള്ളത് കുഴപ്പമില്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നത് കണ്ടോ. നല്ല സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അവിടെയുള്ളതൊക്കെ അത് ചാടി പോയിട്ട് ഇത് അവിടെ കിടക്കണുണ്ട്. സോ നമുക്ക് ഈ ബെൻഡ് വെച്ചിട്ട് വെച്ചാൽ അത് കുറച്ചുകൂടിയും അടിപൊളിയായിട്ട് ഇരിക്കും. സോ അതിന് വേണ്ടി ബെൻഡ് മേടിച്ചിട്ടുണ്ട്. സോ എന്തായാലും ഇത് വെച്ചോക്കട്ടെ കേട്ടോ ഗൈസ്. അപ്പോഴത്തേക്കും നമ്മൾ എൽബോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു വെള്ളം പോകാനായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറും കൂടി ഒന്ന് സെറ്റാക്കി കൊടുക്കണം. സോ അതേ മൊത്തത്തിൽ നമ്മളെല്ലാം സെറ്റാക്കി റെഡി ആക്കിയിട്ടുണ്ട്. ഇപ്പൊ സംഭവം നല്ല അടിപൊളിയായിട്ടൊക്കെ നിൽപ്പുണ്ട്. സോ വെള്ളം പോകുമ്പോൾ ഇനി റെഡി ആവുമെന്നാണ് വിചാരിക്കുന്നത്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, മുകളിൽ വീഴാനുള്ള സാധ്യതയൊന്നുമില്ല. ഒക്കെ ടൈറ്റാക്കി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇത്രയോടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ തന്നെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാനുള്ള സാധ്യതകൾ ഉണ്ടാകും. സോ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കാം. അപ്പോൾ നാളെ ഒരു അടിപൊളി വ്ളോഗായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.